മധുചന്ദ്രികയിലൂടെ ഒരു പിടി നല്ല ഗാനങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? നമ്മൾ മാസ്റ്റേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നേരത്തെ പറഞ്ഞ വഴിയിൽ തന്നെ ബാബുരാജ് സാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബാബുരാജ് സാറിൻ്റെ അപ്പോൾ തന്നെ പറഞ്ഞു മന്മഥനാം ചിത്രകാരൻ എന്ന് പറഞ്ഞ പാട്ട്. അത് അല്ലെങ്കിൽ എത്രയോ പാട്ടുകൾ സാർ പാടിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഭാരതപ്പുഴ. പണ്ട് ഗാനമേള നടത്തിക്കൊണ്ട കാലത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രോഗ്രാമിന് പാടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ പഴയൊരു പ്രേമ കഥയോർമ്മയില്ലേ ഓർമ്മയില്ലേ ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ പഴയൊരു പ്രേമ കഥയോർമ്മയില്ലേ ഓർമ്മയില്ലേ ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ. പോയ വസന്തത്തിൻ പുഷ്പവനത്തിലെ കൽപ്പവൃക്ഷ തണലിൽ പോയ വസന്തത്തിൻ പുഷ്പവനത്തിലെ കൽപ്പവൃക്ഷ തണലിൽ സ്വപ്നങ്ങൾ കൊണ്ടൊരു കോവിലകം തീർത്ത് പച്ചില കിളികളെ ഓർമ്മയുണ്ടോ പച്ചില കിളികളെ ഓർമ്മയുണ്ടോ ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ പഴയൊരു പ്രേമ കഥയോർമ്മയില്ലേ ഓർമ്മയില്ലേ ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ. കാമുകനെ കിളി മറന്നേ പോ കാലമാം ചോലയിൽ തുഴങ്ങേ പോ കാമുകനെ കിളി മറന്നേ പോയി കാലമാം ചോലയിൽ തുഴങ്ങേ പോയി പൊട്ടിച്ചിരിക്കും വിധിയുടെ കയ്യില ചിത്രത്തൂണുകൾ തകർന്നേ പോയി ചിത്രത്തൂണുകൾ തകർന്നേ പോയി ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ പഴയൊരു പ്രേമ കഥയോർമ്മയില്ലേ ഓർമ്മയില്ലേ ഭാരതപ്പുഴയിലെ ഓളങ്ങളെ ഓളങ്ങളെ. അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ പാട്ട്, പക്ഷെ പാടിയില്ല സാറ്. മന്മഥനാം ചിത്രകാരൻ എന്ന് പറഞ്ഞ പാട്ട്. മന്മഥനാം ചിത്രകാരൻ മഴവില്ലിൻ തൂലികയാലെ കിളിവാതിലിൽ എഴുതി ചേർത്ത മധുര ചിത്രമേ മണ്ണിൽ മലർത്ത താരുണ്യത്തിൻ പുതിയ പുഷ്പമേ പുതിയ പുഷ്പമേ. മന്മഥനാം ചിത്രകാരൻ മഴവില്ലിൻ തൂലികയാലെ കിളിവാതിലിൽ എഴുതി ചേർത്ത മധുര ചിത്രമേ മണ്ണിൽ മലരിട്ട കാരുണ്യത്തിൻ പുതിയ പുഷ്പമേ പുതിയ പുഷ്പമേ. ഞാനറിയാ
പ്രതിമാ ശില്പമേ പ്രതിമാ ശില്പമേ പ്രതിമാ ശില്പമേ ലാലലാ താനനി നാനി താരരീരി താരരീരി മന്മഥനാ ചിത്രകാരൻ മഴവില്ലിൻ തൂലികയാലേ കിളിവാതിലെഴുതി ചേർത്ത മധുര ചിത്രമേ മണ്ണിൽ മലരിട്ട കാരുണ്യത്തിൽ പുതിയ പുഷ്പമേ പുതിയ പുഷ്പമേ പുതിയ പുഷ്പമേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് വളരെ ഈ 80-കൾക്ക് ശേഷം വന്ന ഒരു സിനിമ, അതായത് ഒരു 2000-ൻ്റെ ഒക്കെ തുടക്കത്തിൽ വന്ന ഒരു സിനിമയാണ് ഗ്രാമഫോൺ എന്ന സിനിമ. അതിൽ ഈ ബാബുരാജ് സാറിൻ്റെ പോലൊരു കഥാപാത്രവും അതെ എന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം വിട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തൊപ്പിൻ കിന്നരൻ ആകാശത്തൊപ്പിൻ കിന്നരൻ മണിവിളക്കിലങ്ങണ കയ്യാലെ വീടുമുട്ടി വിളിക്കണതാരായ മുഴുതിങ്കൾ ഉദിക്കണതും വിനോദം മുരശൊലി ഉഴക്കണതാരോ തന്നെ നല്ലതാരൻ പോലെ മാറ്റേറും മഴക്കാവേ നടിയാടി ചരണ എൻ ഹൃദയത്തിൻ താമരൂലിന തരരേരെ ഉറക്കാം ഞാൻ തരരേ തരരേ പഴയൊരു ഗസലിൽ താരെ നാനി പഴയൊരു ഗസലിൽ നാലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. വിദ്യാസാഗർ റെക്കോർഡ് ബ്യൂട്ടിഫുള്ളി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പാട്ട്. വോയിസ് റെക്കോർഡിങ്, ക്വാളിറ്റി ഓഫ് വോയിസ് റെക്കോർഡിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഡിഫറെൻറ്റ് സോങ്ങാണ്. വിദ്യ ഇങ്ങനെ പാട്ട് ചെയ്തിട്ടില്ല. ചേട്ടാ, പാട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ പ്രാക്ടീസ് റെജീം അതിനെപ്പറ്റി ചേട്ടന് പുതിയ പാട്ട് പഠിക്കുന്നവരോട് എന്താ പറയണ്ടേ? എങ്ങനെയാ എൻ്റെ പ്രാക്ടീസ്? ദിസ് ഈസ് മൈ പ്രാക്ടീസ്. എല്ലാവരും മുമ്പിൽ പാടി തെറ്റ് വരാമെന്നേക്കാം, തെറ്റ് മാറുന്നവരെ പാടി, അതാണ് പ്രാക്ടീസ്. ഇപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രാക്ടീസ്. ഇപ്പോൾ ഞാൻ പറയുന്നത് പാട്ടുകാരെ ഇപ്പോൾ പാട്ട് പാടി നല്ല വരുന്നതിന് കുറേ ഇതുമാതിരി ഒരു സദസ്സിലിരുന്ന് പാടി പ്രാക്ടീസ് ചെയ്യുക, അതാണ് വേണ്ടത്. വെറുതെ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സദസ്സിലിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെ ഒരു മെഹഫിൽ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ്. ഇപ്പം ബാബുരാജ് സാർ പോലെ തുടർന്ന് വന്ന അടുത്ത ഒരാളായിരുന്നല്ലോ അർജുൻ മാസ്റ്ററുടെ ഒത്തിരി നല്ല പാട്ടുകൾ നമ്മൾ മല്ലികപ്പൂവിൻ മധുരഗന്ധമൊക്കെ നമുക്ക് മനസ്സിൽ എപ്പോഴും മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം മാലാഖകളുടെ മാലാഖനീ മമ ഭാവനയുടെ ചാരുതനീ മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം എൻ മനോരാജ്യത്തെ സിംഹാസനത്തിൽ കോവിലിൽ
രാഗമില്ലെങ്കിൽ ഞാൻ നിശ്ചല ശില്പമായേനേ. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. മാലാഖകളുടെ മാലാഖ നീ, ഭാവനയുടെ ചാരുത നീ. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. അതുപോലെ തന്നെ മുത്തുകിലുങ്ങി മണി മുത്തുകിലുങ്ങി. മുത്തുകിലുങ്ങി മണി മുത്തുകിലുങ്ങി മുത്തമൊളിക്കും ചുണ്ടിൽ ചിരികിലുങ്ങി മുന്തിരിക്കേ കുടം തുളുമ്പി എൻ ചിന്തയിൽ കവിതകൾ വിളമ്പി വിളമ്പി വിളമ്പി. മുത്തുകിലുങ്ങി മണി മുത്തുകിലുങ്ങി മുത്തമൊളിക്കും ചുണ്ടിൽ ചിരികിലുങ്ങി മുന്തിരിത്തേ കുടം തുളുമ്പി എൻ ചിന്തയിൽ കവിതകൾ വിളമ്പി വിളമ്പി വിളമ്പി. ഓമനയൊരു വട്ടം പുഞ്ചിരിച്ചാൽ ഒരു നൂറിതളുള്ള പൂവിരിയും. ഓമനയൊരു വട്ടം പുഞ്ചിരിച്ചാൽ ഒരു നൂറിതളുള്ള പൂവിരിയും. ഓരോ ഇതളും വസന്തമാകും, ഓരോ വസന്തവും കഥ പറയും, കഥ പറയും, പ്രേമ കഥ പറയും. മുത്തുകിലുങ്ങി മണി. എന്തൊരു കമ്പോസിങ് ആണ്. ഞാനത് പാടാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നാണ്. ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇപ്പൊ ഈ പാട്ട് സഞ്ചരിച്ചത്. എല്ലാം ഒരുമിച്ച് തുടങ്ങുന്നു അവസാനിക്കുന്നു. കാമിനി പാടുന്ന രാഗമെല്ലാം കാമന്റെ വില്ലിലെ ഞാണൊലികൾ. കാമിനി പാടുന്ന രാഗമെല്ലാം കാമന്റെ വില്ലിലെ ഞാണൊലികൾ. ഓരോ സ്വരവും മധുരതരം, ഓരോ വർണ്ണവും പ്രണയമയം, പ്രണയമയം, സ്വപ്നലഹരിമയം. മുത്തുകിലുങ്ങി മണി മുത്തുകിലുങ്ങി മുത്തമൊളിക്കും ചുണ്ടിൽ ചിരികിലുങ്ങി മുന്തിരിത്തേൻ കുടം തുളുമ്പി എൻ ചിന്തയിൽ കവിതകൾ വിളമ്പി വിളമ്പി വിളമ്പി. അതുപോലെ തന്നെ അക്കാലത്ത് ഞാനൊരു ഒരു ഒരു ട്യൂൺ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. എവിടെന്നെങ്കിലും കട കൊടുത്തിട്ടുണ്ടോ ആ ട്യൂൺ? അതെ അതെ, എവിടെന്നെങ്കിലും അതല്ലേ ഇന്നിപ്പോൾ അതിൻ്റെ കാലമാണല്ലോ, കടമെടുപ്പ് കാലമാണല്ലോ. അക്കാലത്ത് അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്ത പാട്ടുകളൊക്കെ നമ്മുടെ എന്താ പറയുക മണി മുത്തുകൾ പോലുള്ള പാട്ടുകൾ നമുക്ക് തന്ന ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു സുദർശൻ മാസ്റ്റർ. ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ, കാലത്തുറങ്ങി ഉണർന്നപ്പോൾ നിന്റെ നാണമെല്ലാം എവിടെ പോയി എവിടെ പോയി. ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ, കാലത്തുറങ്ങി ഉണർന്നപ്പോൾ കാലത്തുറങ്ങി ഉണർന്നപ്പോൾ
നിന്റെ നാണമെല്ലാം എവിടെ പോയി, എവിടെ പോയി? കിടക്കമുറിയിലെ മുത്തുവിളക്കുകൾ കാറ്റുവന്ന് കെടുത്തുമ്പോൾ, കിടക്കമുറിയിലെ മുത്തുവിളക്കുകൾ കാറ്റുവന്ന് മുളുത്തുമ്പോൾ, നീര് താനനാനി താനനാനിരി എവിടെ പോയി, എവിടെ പോയി? ചിത്ര പൗർണമി രാത്രിയിൽ ഇന്നലെ ലജ്ജാവതിയായി വന്നവളെ, കാലത്തുറങ്ങി ഉണർന്നപ്പോൾ, കാലത്തുറങ്ങി ഉണർന്നപ്പോൾ നിന്റെ നാണമെല്ലാം എവിടെ പോയി, എവിടെ പോയി? സുദേശം മാസ്റ്റർ, ഞാൻ ഈ പാട്ട് എൻ്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അതല്ലേ? അമ്മ മരിച്ചുപോയി, 91 മരിച്ചുപോയി. അമ്മയ്ക്ക് വളരെ ഫേവറേറ്റ് സോങ് ആയിരുന്നു, എപ്പോഴും പാടാൻ പറയാറുണ്ട് അടുത്ത് ഈ പാട്ട്. നമ്മൾ നേരത്തെ ജയൻ സാറിനെ പറഞ്ഞു, ഇപ്പോൾ ഇതുപോലൊരു സദിർ അല്ലെങ്കിൽ പറഞ്ഞ മെഹഫിൽ എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ മ്യൂസിക്കിൽ. അതുപോലെ തന്നെ ഈ ഓർക്കസ്ട്രയിലുള്ള ആളുകളും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറും പാട്ടുകാരെല്ലാം തമ്മിലുള്ള അങ്ങനെ ഒരു ബന്ധം, സൗഹൃദം എന്നുള്ളതുപോലെ തന്നെ സീനിയറായിട്ടുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞു ഷീർഗാഴി സാറിൻ്റെ വീട്ടിൽ പോയ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ മറ്റ് സീനിയറായ പാട്ടുകാരോടൊക്കെ ജയൻ സാറിന് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു വലിയ അടുപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു ഉദയഭാനു സാർ. ഭാനുവേട്ടല്ല, തിരുവനന്തപുരത്ത് എപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇല്ല, വളരെ ദുഃഖമുണ്ട്, പാവം. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ പാടിയിട്ടില്ല സിനിമയ്ക്ക്? അത് മറ്റേ എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ, എന്നടുത്തിരുന്നില്ലല്ലോ, എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ, എന്നടുത്തിരുന്നില്ലല്ലോ, എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ. താരകരജനിയെ കോർക്കുവാനേൽപ്പിച്ച വനമുള്ള മലർമാലവാടി, താരകരജനിയെ കോർക്കുവാനേൽപ്പിച്ച വനമുള്ള മലർമാലവാടി, വിരഹവിദുരതാപം വീണയിൽ കോർത്തുവച്ച സംഗീതം മറന്നുപോയി ഞാൻ, സംഗീതം ഞാൻ മറന്നുപോയി, എന്നിട്ടും പൂമലാൾ വന്നില്ലല്ലോ, എന്നടുത്തിരുന്നില്ലല്ലോ, എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ. താരകനേൽപ്പിച്ച വനമുള്ള മലർമാലവാടി, വിരഹവിദുരതാപം വീണയിൽ കോർത്തുവച്ച സംഗീതം മറന്നുപോയി ഞാൻ, സംഗീതം ഞാൻ മറന്നുപോയി, എന്നിട്ടും ഇത്ര ചെയ്തിട്ടും ഓമലാൾ എൻ്റെ അടുത്ത് വന്നില്ല. ഭാസ്കർ മാഷ ഇതെല്ലാം ഞാൻ ചെയ്തു, എന്നിട്ട് ആ ഓമലാൾ എൻ്റെ അടുത്ത് വന്നില്ല. എത്ര കഷ്ടമാണ്. ഫിലിം സോങ് അല്ലല്ലോ, ഇതൊരു ലൈറ്റ് മ്യൂസിക്. ഓൾ ഇന്ത്യ റേഡിയോ ഭാനുവേട്ടൻ ചെയ്തതാ. ഉദയഭാനു അദ്ദേഹം വലിയ കമ്പോസറായിരുന്നു, പക്ഷെ അദ്ദേഹം മടിയനായിരുന്നു. ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ, വെരി ടാലൻറ്റഡ് മ്യൂസിക് ഡയറക്ടർ, ഭയങ്കര ടാലൻ്റാണ്. അത് ചെയ്ത പോലെ ഇരിക്കണം, പക്ഷെ ചെയ്യൂല, അതാ കുഴപ്പം ഭാനുവേട്ടൻ്റെ. അതുപോലെ തന്നെ ഈ പാട്ട് പാടിയപ്പോഴത്തേക്ക് സിനിമയിൽ ഉള്ളൊരു പാട്ട്, A.T. ഉമ്മർ സാറിൻ്റെ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊന്നു, പിന്നെയുമിണക്കുയിൽ പിണങ്ങിയെല്ലാം
ഇന്നെന്താണ് ഉറക്കമില്ലേ പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ. ഇന്നെന്താണ് ഉറക്കമില്ലേ കഥയൊന്ന് ചൊല്ലുവാൻ ബാക്കിയില്ലേ ഇല്ലേ അത് മില്ലേ. കളിയോ ചിരിയോ കളിത്തോഴിമാർ കേൾക്കില്ലേ ഇല്ലേ പിന്നെയും വിളക്കുയിൽ പിണങ്ങിയല്ലോ. ഇന്നെന്താണ് ഉറക്കമില്ലേ അങ്ങനെ. ഇതിപ്പോൾ മുഖ്യക്കും ഹിന്ദുസ്ഥാനി ഒരു അറിയുന്ന കക്ഷിയാണല്ലോ, അപ്പോൾ പുള്ളി ആ സ്റ്റൈലാണ് ചെയ്യുന്നത്. മ്യൂസിക്കുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം ചോദിച്ചിട്ടോ സാറ്. സാറ് പൊതുവെ അല്ല, സുദീപ് നല്ലൊരു ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. വിളവനാണ്, ഭയങ്കര വിളവനാണ്. നോക്കാം വിളവരം വേണം. അതല്ല, സാറ് പൊതുവെ പുറമെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളെന്ന് തോന്നിക്കുന്ന ഒരു അപ്പിയറൻസും കാര്യങ്ങളും ഇപ്പം തന്നെ ഈയിടെ കൊണ്ടാണ് കൊമ്പീശയൊക്കെ വെച്ചിട്ട്. പക്ഷേ മുറിച്ചു കത്തിരിയുണ്ടെങ്കിൽ. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സാറ് അടുത്ത സൗഹൃദങ്ങളിലും സുഹൃത്ത് സദസ്സിലൊക്കെ ഭയങ്കര സരസനായ നല്ല തമാശകൾ പറയുകയും ഒരുപാട് എൻജോയ് ചെയ്യും കൂട്ടുകാരുടെ കൂടെ ഒരുപാട്. അതാണ് ഏറ്റവും വലിയ അതെ കൂട്ടുകാരോട്. അല്ല, അപ്പം എനിക്ക് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ഈ പഴയ കാലത്തൊക്കെ റെക്കോർഡിങ്ങിനിടയിലൊക്കെ ഒരുപാട് രസകരമായ സംഭവങ്ങളും ഈ കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് പക്ഷേ ഞാനിപ്പോൾ ജയൻ സാർ സാധാരണ ഇതിൽ എപ്പോഴും പബ്ലിക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് മ്യൂസിക്കിനെ കുറിച്ച്, അത് ഒരിക്കലും ഞാൻ ആയിട്ട് പറഞ്ഞല്ല, അങ്ങനെ എപ്പോഴും അങ്ങനെ പറയണം പലപ്പോഴും. പക്ഷെ നമ്മൾ സൗഹൃദം എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് പല തമാശകളും പൊട്ടിക്കും, എല്ലാവരും ചിരിക്കുകയും ചെയ്യും. ഒരുപാട് തമാശ ആ സമയത്ത് തോന്നുന്ന മാതിരി എന്തെങ്കിലും തോന്നുമെങ്കിൽ അപ്പം തന്നെ ദാസേട്ടൻ പാടിയപ്പോൾ ചേട്ടൻ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്? ദാസേട്ടൻ നിങ്ങൾ ഒരുമിച്ച് ഒത്തുകൂടിയപ്പോൾ ദാസേട്ടൻ കളിച്ചു കാണാൻ ചിലപ്പോൾ അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ഇപ്പോൾ സമയമില്ല, തിരക്കും കാര്യങ്ങളായി മാറിപ്പോയി. ഓരോ രണ്ടുപേരുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടെ ഒത്തുചേർന്നാണ് ഞങ്ങൾ പണ്ട് ഒന്നിച്ച് പാടുന്ന സമയത്തൊക്കെ വളരെ ജോളി ചെയ്തു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. 63 ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മദ്രാസിൽ ഒന്ന് ദാസേട്ടൻ പാടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ കാലത്ത് തന്നെ ഞങ്ങൾ കോളേജിൽ പഠിക്കുകയാണ്. എനിക്ക് വലിയ അത്ഭുതമായിരുന്നു ദാസേട്ടനെ കാണലും. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഫ്രണ്ടായിരുന്നു. ജ്യേഷ്ഠൻ്റെ ബൈക്കിലാണ് റെക്കോർഡിങ്ങിന് പോയിരുന്നത്. ചേട്ടൻ ഡ്രോപ്പ് ചെയ്തിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ ആ കാലത്ത്. ഈ കണ്ണു തുറമുത്തുമായി കഴിഞ്ഞിട്ട് പുള്ളി ആ പ്രധാന ഇതിലേക്ക് വരുന്ന ആ കാലഘട്ടം. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുക. സാർ കോളേജിൽ ആ സമയത്ത് ചെന്നൈയിലാണ് പഠിച്ചത്? അപ്പോൾ ആ കാലത്ത് പഠിക്കുമ്പോൾ ഈ വെക്കേഷൻ വന്ന ചേട്ടൻ്റെ അടുത്തേക്ക് വന്നാൽ മദ്രാസിക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് അമേരിക്കയിൽ പോകണതാണ് നമ്മൾക്കൊക്കെ. നമ്മൾ ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ കിടക്കുന്ന ആൾക്കാരല്ല. മദ്രാസിക്ക് വരികയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ. അങ്ങനെ വന്ന് അപ്പോഴാണ് ദാസേട്ടനെ കാണുന്നത്. കാലം ഞങ്ങളൊന്ന് മിഡ്ലാൻഡ് തിയേറ്ററിൽ എന്നിട്ട് ഈ ഇത് കാണാൻ പോയി. പിക്ചർ സിനിമ ഫിലിം ഇതിനകത്ത് ഹിന്ദി. അല്ല ജോ ബാത് തുझ में है तेरी तस्वीर में नहीं, तस्वीर में नहीं, जो बात तुझसे तेरी तस्वीर में नहीं, तस्वीर में नहीं, जो बात तुझ पे तेरी तस्वीर में नहीं, तस्वीर में नहीं, रंगों में तेरा इश्क थला ताने नारिनी, सांसों में नार नार खुशबू तेरी तरह, लाना नारा रे नारी रे रे, गिरा गिर में नहीं, गिरा गिर में नहीं, जो बात तुझसे तेरी तस्वीर
താനെ താനനെ നരേ തരരേ ഗരാനെ നേരെ താന താനാനെ ദീദി ലാരാ ലാരാ ലാലി ലാല ലാലേ ലേ ലാ तना दरे जो बात तुझ में है तेरी तस्वीर में नहीं तस्वीर में नहीं ഇതാണ് റഫി സാഹിബിൻ്റെ ആ പടത്തിലെ പടം ഞാൻ ഓർക്കുന്നത്. മുകളെ അസമാണോ? അല്ല ഇത് रोशन डे म्यूजिक जो वादा किया वो निभाना पड़ेगा रोके ज़माना चाहे रोके जुदाई तुमको आना पड़ेगा जो वादा किया वो निभाना पड़ेगा निभाना पड़ेगा. ഇതാണ് പോപ്പുലർ. ഞാൻ ഇഷ്ടപ്പെട്ട പാട്ട് മറ്റേതാണ്. അതാരും പാടില്ല. ഞാൻ ആരും റഫി സാഹിബിൻ്റെ വലിയ ആളാന്ന് പറഞ്ഞാൽ ഏതൊരു വിദ്വാനോട് ചോദിച്ചു ജോ ബാത്ത് തുജ്മേ, അതെനിക്കറിയില്ല സാർ. ഞാൻ അത് എന്തുട്ട് റഫിയുടെ ആളാന്ന് ചോദിച്ചത്. അത് ഈ പോപ്പി ജോ ബാത്ത് എല്ലാവർക്കും അറിയാം. ജോ അല്ല മറ്റേ ജോ ബാത്ത് എല്ലാവരും പാടും. മറ്റേതല്ലേ, അതാണ് പാട്ട്. റഫി സാഹിബ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ ആയേ ബഹാർ ആർക്കും അറിയില്ല. ആർക്കും ആദ്യം പാടാൻ സുഖമുള്ള ആയേ ബഹാർ ബൻകെ ലുഭാ കർ ചലേ ഗയേ ആയേ ബഹാർ ബൻകെ ലുഭാ കർ ചലേ ഗയേ दिल की बेवफा है दिल की बेवफा दरिनानी नीन कान लाला तानी नीरना आए बहार बन के लुभा कर चले गए. दिल की धड़कनों है दिल की धड़कनों दिल की धड़कनों है दिल की धड़कनों दिल की धड़कनों ഹൃദയത്തിൻ്റെ മിടിപ്പാണ്. ആ മിടിപ്പ് അദ്ദേഹം പാടുമ്പോൾ വരും. തനനാ തനനാ നിലീന താനനല താനി തീനന ഹായേ ബഹാർ ബൻകെ ലുഭാ കർ ചലേ ഗയേ ഹായേ ബഹാർ ബൻകെ ലുഭാ കർ ചലേ ഗയേ. രാജ്ഹത്ത് എന്നൊരു പടമാണ്. ഈ പാട്ടൊന്നും ആരും ഇത് റഫി സാഹിബിൻ്റെ പാട്ടുകൾ പാടുന്ന ആൾക്ക് ആർക്കും അറിയാൻ പാടില്ല. അതാണ് ഞാൻ ഒരിക്കൽ പാടി. മദ്രാസിൽ വന്നിരുന്ന ഒരു ഹിന്ദി സിംഗർ, ഹിന്ദി എന്താണ് അനിൽ ബാജ്പേയി എന്ന് പറയുന്നത്. അയാൾ റഫി സാഹിബിന് നല്ല പാട്ട് നല്ലോണം പാടുന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ആൾക്ക് അറിയില്ല എന്ന് വെച്ച് പാട്ട്. അയാൾ പാടി, സുന്ദരമായിട്ട് പാടി, അത്ഭുതമായി. അങ്ങനെ ഞാൻ പറയാം റഫി സാഹിബിൻ്റെ. നമ്മളിപ്പോൾ സിനിമയ്ക്ക് പോയ കഥ പറയുമായിരുന്നു. ഞങ്ങൾ ദാസേട്ടൻ ഞങ്ങൾ ഈ മിഡ്ലാൻഡ് തിയേറ്ററിൽ പടത്തിന് പോയിട്ട് വന്നപ്പോൾ ആ പടം കഴിഞ്ഞപ്പോൾ പ്രദീപ് കുമാറാണ് ഹീറോയുടെ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ സുന്ദരനായിരുന്നു എന്ന് ആൾക്കാരൊക്കെ പറയുന്നു, എനിക്കറിയില്ല. അപ്പം അന്ന് വീട്ടിൽ വന്നിട്ട് ദാസേട്ടൻ
തലപ്പാവൊക്കെ ഇട്ടിച്ചിങ്ങനെ എന്നെ ഇരുത്തിങ്ങനെ ഉദയ് കുമാറിൻ്റെ മാതിരി ഒരു പാട്ട് പാടും എനിക്ക്. കാലമൊക്കെ ഉണ്ടായിരുന്നു, അന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു നല്ല കാലഘട്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ ബിസിയായി. അങ്ങനെ ഭാർഗവനില ആ പടങ്ങൾ വന്നു അടുപ്പിച്ചടുപ്പിച്ച് വലിയ വലിയ ശകുന്തള അതെല്ലാം വന്ന് ഇപ്പം അങ്ങനെ വളരെ പോപ്പുലറായിട്ട് അങ്ങനെ പോയി വന്നു. അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കില്ലേ, കോളേജിൽ പഠിച്ചിട്ട് നിന്നിട്ട് BSc കംപ്ലീറ്റ് ചെയ്തിട്ടാണ് 65-ലാണല്ലോ ചെന്നൈ വരുന്നത്. അപ്പോഴാണ് ഭാർഗവനിലയം പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ 27 പ്രാവശ്യം പോയി കാണാൻ പോയതും. അപ്പോൾ ബാബുക്കയുടെ ആ പാട്ടിനോടുള്ള പ്രമോ ബാബുക്കയുടെ. പിന്നെ എൻ്റെ ബാബുക്കയുടെ ഏറ്റവും വലിയ ആരാധകർ എൻ്റെ അച്ഛനും എൻ്റെ ഭാര്യയാണ്. ദർശനാമൃത സ്വാമി വന്നിട്ട് സിന്ധു ഭൈരവി കോഴിക്കോട്ടുകാരൻ്റെ പാട്ട് എൻ്റെ അച്ഛൻ പറയും, പ്രാണസഖി ഞാൻ മതി, ഒരു ലൈൻ മതി. അതാണ് ബാബുരാജ് അച്ഛൻ പറയാനുള്ളത്. അതുപോലെ അക്കാലത്തുണ്ടായിരുന്ന മറ്റൊരു നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ ഗണത്തിൽപ്പെടുന്ന ആളാണല്ലോ ചിദംബരനാഥ് സാർ. അയ്യോ, അദ്ദേഹത്തിൻ്റെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സാറാണ് കുഞ്ഞാലിമരക്കാരിൽ ഒരു മുല്ലപ്പൂമാല. ആ പാട്ടിലാണ് ഞാൻ വന്നത്. പക്ഷെ ആദ്യം പുറത്തിറങ്ങിയ സിനിമ ചിദംബരം അണ്ണാന്നാന്ന് വിളിക്കുക. ചിദംബരം അണ്ണൻ്റെ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കരയുന്ന പുഴ. അതിലപ്പുറം ഒരു പാട്ട് മലയാള സിനിമയിലെ നല്ല പാട്ടുകളിലൊന്നാണ് കരയുന്ന പുഴ. കരയുന്നു പുഴ ചിരിക്കും. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർവെടുമ്പോൾ മുറുകുന്നോ ബന്ധം കഴിയുന്നോ, മുറുകുന്നോ ബന്ധം ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തലതല്ലും ഓളങ്ങളെ തീയത്തിനറിയില്ല, മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണെളുപ്പം. ഇത്രയും വലിയൊരു തത്വം മലയാള സിനിമയിലെ പാട്ടുകൾ വന്നിട്ടില്ല. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് എന്നുള്ളത്. ഇതിനും വലിയൊരു കാര്യം ആരാ പറഞ്ഞത്? ഭാസ്കര മാഷല്ലേ. പിന്നെ മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ചിദംബരന്റെ കിരീടത്തിലെ തൂവലാണ് ഈ പാട്ട്. പുഴ ചിരിക്കും, അയ്യോ കണ്ണീരുമൊലിപ്പിച്ചു കൈ വഴികൾ പിരിയും. ആ കാലത്ത് മദ്രാസിലേക്ക് ഞാൻ ട്രെയിനിൽ പോകാറുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ പോകുമ്പോൾ ഒറ്റപ്പാലത്ത് എത്തുമ്പോഴാണ് രാത്രിയായി ഉണ്ടാവും, നിലാവുള്ള രാത്രിയായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഒറ്റപ്പാലത്ത് പോകുമ്പോൾ ഭാരതപ്പുഴ പഞ്ചാര മണൽ മാതിരി ഉണ്ടാകും. ഭാരതപ്പുഴ ആ വെള്ളം ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് ആ ഭാരതപ്പുഴ ഇന്ന് ഭാരതക്കാടാണ്. ഭാരതപ്പുഴയില്ല, ഭാരത മണലും ഭാരതക്കാടും. മണലില്ല, അപ്പോൾ മണലില്ല, ഇല്ലല്ലോ, മണലിലെടുത്തോണ്ട് പോയേക്കണേ. പുഴ കാടാണ്. മുറപ്പെണ്ണി കൂടെയാണ് ഭാരതപ്പുഴ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഭാരതപ്പുഴയുടെ ഭംഗിയും അതെല്ലാം ഞാനും ജയരാജവാരും കൂടി ഞങ്ങൾ 5-6 കൊല്ലം മുമ്പ് ഭാരതപ്പുഴയിൽ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകും. ചെന്നിട്ട് 6-6:30 മണി വരെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് 6-6:30 കഴിഞ്ഞ് ഞങ്ങൾ പുഴയിലേക്ക് പോകും. അന്ന് നീ പറഞ്ഞ പോലെ മണലിൻ്റെ ഒരു സമുദ്രമാണ്. അത് ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും. നിലാവ്, ഫുൾ നിലാവ്.
ദൂരെ ഈ മുത്തുമണികൾ വരെ ഇതില്ലേ മറ്റേ ട്രെയിൻ പോകണം, അത് ട്രെയിനാണ്, ചെറിയ രാത്രി അവിടെ ക്ഷേത്രങ്ങളിൽ കെടാറായ വിളക്കുകൾ ഇങ്ങനെ മിന്നു കത്തുന്നതാണ്. ഇതാണ് അറ്റ്മോസ്ഫിയർ. 1 മണി 2 മണി വരെ ഞങ്ങൾ ഇങ്ങനെ വലന്നിടുന്ന് പാടിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെയോ ഇഷ്ടം പോലെ എന്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു ചേട്ടാ നമ്മളന്ന് കിടന്ന സ്ഥലമാണ് അത് മുഴുവൻ കാടായി, എല്ലാം കഴിഞ്ഞു. ഭാരതപ്പുഴ നശിപ്പിച്ചു. ആ ഭാരതപ്പുഴ ഓർമ്മ നീ കരയുന്നപ്പോഴ ആ പാട്ടിൽ കൂടെയാണ് നസീർ സാറ് നടക്കുന്നതും അന്നിലാവും. പക്ഷേ ഈ പാട്ടുകൾ ഒരിക്കലും മരിക്കുന്നില്ല, വീണ്ടും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. മലയാളികളുള്ളിടത്ത കാലം മലയാള ചലച്ചിത്ര സംഗീതം ഉള്ളിടത്ത കാലം മരിക്കില്ല. എന്തായാലും എനിക്ക് വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ജയൻ സാറിനോടൊപ്പം ഇത്ര സമയം ഇരുന്ന് കുറേ പാട്ടുകൾ പാടാനും കേൾക്കാനും, സാറ് ഓരോ പാട്ട് പാടുമ്പോഴും അത് അനുഭവിച്ച് പാടുന്നത് കാണാനും, ഓരോ പാട്ടിൻ്റെ വരികൾ ബൈഹാർട്ടായിട്ട് പാടുന്ന കാണുമ്പം സത്യം പറഞ്ഞാൽ അതൊരു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരെ സംബന്ധിച്ച് വലിയൊരു പാഠമാണ്. പലപ്പോഴും പാട്ടുകളിലെ വരികൾ തന്നെ പാടി മുഴുമിക്കുന്ന രീതി തിരക്കുള്ള ഗാനമേളത്തിലുള്ള തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കഴിവതും അങ്ങനെ ശ്രമിക്കാറുണ്ട്. സാറിൻ്റെ ഒരു എല്ലാവർക്കും നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പിന്നെ ഞങ്ങളുടെ കാലത്തുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ കഴിയും, ശ്രമിച്ചാൽ. ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. സന്തോഷം. എന്തായാലും എനിക്ക് മധുചന്ദ്രികയുടെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് എൻ്റെ സംഗീത ജീവിതത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പാട്ടുകളെക്കുറിച്ച് ചോദിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ സുദീപ് വളരെ നന്നായിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. കറക്റ്റായിട്ട് ആ പാട്ടുകൾ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് കറക്റ്റ്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. എഴുതിയ പാട്ടുകളെല്ലാം ചോദിച്ചു. വളരെ നന്നായിട്ട് കൂടുതൽ സഹകരിച്ചു. വളരെ സ്നേഹം. നല്ലത് വരട്ടെ. കൂടുതൽ വലിയ ഗായകനാവട്ടെ. ഇത്രയും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച നിങ്ങൾ രണ്ടുപേർക്കും നമ്മുടെ വലിയ ഓർക്കസ്ട്രയ്ക്കും ഒരുപാട് നന്ദി. താങ്ക് യു. അതെ, എല്ലാവർക്കും നന്ദി. കേൾവിക്കാർക്കും എൻ്റെ ശ്രോതാക്കൾക്കും എൻ്റെ മ്യൂസിഷ്യൻസിനും നിങ്ങൾക്കും എല്ലാവർക്കും നന്ദി. ചാനലിനും ഓഫ്കോഴ്സ് നമ്മളങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടാക്കി തന്ന് നമ്മുടെ കൈരളി ചാനലിന് നന്ദി പറയണം. പക്ഷെ അത് അങ്ങനെ ഒരു ചാനൽ വന്ന് നമ്മൾ ഇവിടെ ഇരുത്തി നമ്മളിങ്ങനെ പരിപാടി നടത്താനുള്ളൊരു മനസ്ഥിതി അവർക്കുണ്ടായല്ലോ. അതിൽ വലിയൊരു നന്ദി. വീണ്ടും നന്ദി. നമസ്കാരം.